കത്ത് വിവാദത്തിൽ CPIഎമ്മിനെ പ്രതിരോധിച്ച ആരോപണ വിധേയൻ രാജേഷ് കൃഷ്ണ തനിക്കെതിരായ കത്ത് ഷർഷാദ് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ്. തനിക്കെതിരെ വാർത്ത വന്നാൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കില്ല എന്ന് കരുതിയാണ് CPIഎമ്മിനെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കുടുംബത്തെയും ചേർത്ത് കെട്ടാൻ ശ്രമിക്കുന്നത് എന്നാണ് രാജേഷ് കൃഷ്ണ ഫേസ്ബുക്ക് കുറിപ്പിൽ ഇപ്പോൾ കുറിക്കുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്താണ് രാജേഷ് കൃഷ്ണ പറയുന്നത്? ഉന്മേഷ, ഈ കത്ത് വിവാദം പുറത്തു വന്ന ശേഷം ഇതാദ്യമായാണ് ആരോപണത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന രാജേഷ് കൃഷ്ണ പ്രതികരിക്കുന്നത്. സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലെ കുറിപ്പിലൂടെയാണ് രാജേഷ് കൃഷ്ണ പ്രതികരിച്ചിരിക്കുന്നത്. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് രാജേഷ് കൃഷ്ണ തൻ്റെ ദീർഘമായ കുറിപ്പിൽ പറയുന്നത്. താനിപ്പോഴും CPIഎമ്മിൻ്റെ അംഗമാണ്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുടെ കൈവശം ഒരു തെളിവുമില്ലാത്ത ആരോപണമാണ് ഉന്നയിക്കുന്നത്. തന്നെ സമൂഹമധ്യത്തിൽ അവഹേളിക്കാൻ ശ്രമിച്ച ആൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയാണ് മാത്രമാണ് താൻ ചെയ്തത്. അതിൽ മാധ്യമങ്ങളുമുണ്ട് എന്ന ഈ ആരോപണ പരാതിക്കാരനായ ഷർഷാദ് മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. അത് വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മനസ്സിലാകും തുടങ്ങിയ പ്രതികരണങ്ങളും ഈ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. എന്തായാലും CPIഎമ്മിൻ്റെ അംഗമായി തുടരും. ഈ ഷർഷാദിൻ്റെ കുടുംബപരമായ പ്രശ്നങ്ങൾ ഇടപെട്ടത് ഒരു സ്ത്രീയോടുള്ള അനുഭാവപൂർവ്വമായ നിലപാടെന്ന നിലയ്ക്കാണ് എന്നും ഈ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. ആ നിലപാട് എന്നും തുടരും. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജേഷ് കൃഷ്ണ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും താൻ CPIഎം അംഗമാണ്. അത് തനിക്കെതിരെ പറയുന്നതും കൊണ്ട് ഗുമ്മില്ലാത്തതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷിനെയും കുടുംബത്തെയും ഈ ആരോപണത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നെന്ന പ്രതിരോധവും രാജേഷ് കൃഷ്ണ തീർക്കുന്നുണ്ട്. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.